നിങ്ങൾ ഇതുപോലെ മത്തി അല്ലെങ്കിൽ ചാള കറി വെക്കാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. അതായത് നല്ല വാഴയിലയുടെയും കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെ എല്ലാം കൂടി ആ സ്മെല്ല് നല്ല എന്താണ്, ചോറിനാണെങ്കിലും കപ്പയ്ക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ് ഈ കറി. നമുക്കറിയാമല്ലോ മത്തി എപ്പോഴും നല്ല മീനാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കുരുമുളക് മാത്രം ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ഉളുമ്പ് ചുവയൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കുക്കറിലൊന്നും അടിയിൽ ചൂട്ടിലൊന്നും പിടിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർത്തിട്ടില്ല. കണ്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റ്. നമുക്ക് ഒരെണ്ണം എടുത്ത് ഒന്ന് നോക്കാം. കണ്ടോ, കുറച്ച് ചെറിയ മത്തിയാണ് കേട്ടോ നല്ലത്. ഇത് കുറച്ച് വലുതാണ്, ചെറുതാണ് എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് നല്ലത്. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ഒത്തിരി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലപോലെ എല്ലാം അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കതൊരു ഒരെണ്ണം എടുത്ത് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1/2 കിലോ ചാള നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി വലുതാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അരപ്പിനുള്ളത്, അതൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം അതിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ അരപ്പൊക്കെ. അപ്പോൾ കുരുമുളക് നമ്മൾ പച്ച ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് പറിച്ചെടുത്തത്, ഒരു 4-5. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി ഇഞ്ചി, പെരിഞ്ചീരകം ഒരു സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണം, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി ഒന്ന് പൊടിഞ്ഞ പോലെ ആക്കി എടുത്താൽ മതി. ഒത്തിരി നേരം കൊണ്ട് അരയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ച് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ മത്തിയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ കുരുമുളകിൻ്റെ തണ്ടൊക്കെ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക്, ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു തണ്ടും കൂടെ കുരുമുളക് എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് മിക്സിയുടെ ജാർ ഒറ്റ തവണ കറക്കി എടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ അരപ്പ്. ആ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു കളർ കണ്ടോ, നല്ലപോലെ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. എന്നാലേ ഉള്ളൂ അകത്ത് ഉള്ളിലൊക്കെ അരപ്പ് കയറുള്ളൂ. അപ്പോൾ വെച്ചിട്ട് ഇനി തേച്ച് പിടിപ്പിച്ചിട്ട് മാരിനേഷന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല കേട്ടോ. നമുക്കിത് കുക്കറിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് കുതിർത്താനായിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ എടുക്കാം, ഏതായാലും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് മീൻ. ഇതാണ് നമ്മുടെ പുളി, അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇച്ചിലൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ആദ്യം ഒരു വാഴയില, നിർബന്ധമില്ല, വാഴയില ഉണ്ടെങ്കിൽ നല്ലതാണ്, ഒരു വാഴയില വെച്ച് കൊടുക്കുക. ഇത് തനി നാടൻ കറിയാണ്. പണ്ടൊക്കെ എന്താ പറയുക, നമ്മുടെ കാരണവന്മാരൊക്കെ ഇതുപോലെ ഈ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് തീക്കനലിലിട്ട് ചുട്ടെടുക്കുമായിരുന്നു. അത് നല്ല ടേസ്റ്റാണ്. അതാ നോക്കിയാൽ നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് ആ മീൻ അതിനകത്തേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. 2 ലെയറോ 3 ലെയറോ ആയാലും കുഴപ്പമൊന്നുമില്ല, നിരത്തി വെക്കണം. നിരത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പുളിവെള്ളം ഇതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒത്തിരി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം വേറൊരു വാഴയിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം തീയിൽ ഒറ്റ വിസിലിന് ഓഫ് ചെയ്യണേ. കുക്കർ അടച്ചു കൊടുക്കാം. ആ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിലിന് ശേഷം ഓഫ് ചെയ്യാം.
നമുക്ക് പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പ്രഷർ പോയി തുറന്ന് നോക്കാം. വാവ്, നല്ല മണം വരുന്നുണ്ട്. വാഴയിലയുടെയും കുരുമുളകിൻ്റെയും എല്ലാം വെളിച്ചെണ്ണയുടെ എല്ലാം കൂടെ നല്ലൊരു നല്ല കറിയാണ് വെച്ചത്. ചോറിനാണെങ്കിലും കപ്പയ്ക്കാണെങ്കിലും കൂട്ടാൻ വളരെ നല്ല കറിയാണ്. 2 തരം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം വിളമ്പാനായിട്ട്. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.